നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. ഇന്ന് കറുത്ത മാനസം എന്ന എൻ്റെ ഷോർട്ട് ഫിലിമിൻ്റെ എഡിറ്റിങ്ങും റെക്കോർഡിങ്ങും എൻ്റെ കാര്യങ്ങളൊക്കെ ഇന്ന് തുടങ്ങുകയാണ്. ശ്രീ ബിബിനാണ് ഇത് ചെയ്യുന്നത്. നല്ലൊരു എഡിറ്ററും ഒരുപാട് ചിത്രങ്ങൾ ഏകദേശം 30-40 ഫിലിമാണ്, 40ഓളം ഫിലിമുകളിൽ എഡിറ്റിങ്ങും മറ്റുള്ള അതിൻ്റേതായിട്ടുള്ള ഒരുപാട് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ളൊരു മികച്ച കലാകാരനും നല്ലൊരു എഡിറ്ററുമാണ്. എൻ്റെ ഒരു സുഹൃത്താണ് ഇദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. അങ്ങനെ ദിവസങ്ങൾക്കും മാസങ്ങൾക്കും ശേഷം ഇന്ന് ഈ ശുഭദിനത്തിൽ 13 എൻ്റെ ജീവിതത്തിലൊരു നോട്ട് ചെയ്യപ്പെട്ടൊരു ഡേറ്റാണ്. എന്നുവെച്ചാൽ ഞാൻ ജനിച്ചതും 13-ാം തീയതിയാണ്. എന്തോ കോഇൻസിഡൻസ് ഞങ്ങൾ ഇന്നത് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അഡ്വാൻസ് ആയിട്ട് ഞാൻ പറഞ്ഞു, വ്യക്തി വേറെ, സൃഷ്ടി വേറെ. സൃഷ്ടി നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾ എഡിറ്ററും ഞാൻ ഡയറക്ടറുമാണ്. അപ്പോൾ നമ്മൾ പല അഭിപ്രായ ഭിന്നതകളും ഉണ്ടാവും. പക്ഷേ അതിന് വ്യക്തിബന്ധത്തിൽ ഉറച്ചുണ്ടാവട്ടെ. എന്നുവെച്ചാൽ ഒരു സൃഷ്ടിയുടെ ക്രിയേഷൻ എന്ന് പറയുന്നത് അത്രമാത്രം വൈതരണികൾ കടന്നിട്ടാണ്. 4-5 മണിക്കൂർ ഷൂട്ട് ചെയ്ത ശേഷം അതിൽ നിന്ന് 30 മിനിറ്റ് ആക്കി തീർക്കാൻ പറഞ്ഞ നിസ്സാരപ്പെട്ടൊരു കാര്യമൊന്നുമല്ല എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ 6ാമത്തെ ഹ്രസ്വ ചിത്രമാണിത്. ഇനി 2-3 വാക്ക് നമ്മുടെ എഡിറ്റർ ശ്രീ ബിബിൻ പറയും. എന്താണ് ബിബിന് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, സാർ പറഞ്ഞ പോലെ തന്നെ എന്നെ സാറിനെ പരിചയപ്പെടുത്തിയത് എൻ്റെ ഒരു സുഹൃത്ത് ക്യാമറമാനായ പ്രവീണാണ്. പ്രവീണിൻ്റെ ഒരുപാട് വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഷോർട്ട് ഫിലിംസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ മേഖല മെയിനായിട്ട് ഫിലിമാണ്. ഫിലിമിൽ ഞാൻ അത്യാവശ്യം കൊള്ളാവുന്ന ഒട്ടുമിക്ക ഡയറക്ടർമാരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് വർക്ക് ചെയ്തത് നമ്മുടെ താഹ പറക്കം തെളിയ കപ്പൽ മുതലാളി ഇതൊക്കെ ചെയ്ത് താഹ സാറിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്തത്. ഞങ്ങൾ ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത പടം ഒരു കോമഡി സബ്ജക്റ്റ് ആയിരുന്നു. എൻ്റെ കല്യാണം ഒരു മഹാസംഭവം എന്ന് പറഞ്ഞൊരു പിക്ചർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പി പത്മകുമാർ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ശ്യാംപ്രസാദിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ദിശ എന്ന് പറഞ്ഞൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. റിലീസായതാണ്. അതിപ്പോൾ കൊറോണ ടൈമിലായിരുന്നു. പിന്നെ ഭയം എന്ന് പറഞ്ഞാണ് പി പത്മകുമാർ സാറിൻ്റെ വർക്ക്. ഹൊറർ സബ്ജക്റ്റ് ആയിരുന്നു. അതിൽ ഞാൻ വർക്ക് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ VFX കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ടൈറ്റിൽ ഡിസൈൻസ് എല്ലാം ചെയ്തത് ഞാനായിരുന്നു. അതിൽ റീ എഡിറ്റ് ചെയ്തത് ഞാൻ തന്നെയായിരുന്നു. പിന്നെ വലിയ പടങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ എന്നെ പോലുള്ള ഒരു ചെറിയ ചിത്രം ചെയ്യാണ്. അല്ല, അങ്ങനല്ല. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ വലിയ പടങ്ങൾ എന്നല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം സെയിമാണ്. കാരണം എൻ്റെ ജോലി ഇതാണ്. എഡിറ്റർ എന്നുള്ള ജോലി ഞാൻ ചെയ്യുമ്പോൾ വലുത് ചെറുതെന്ന് ഞാൻ നോക്കാറില്ല. കാരണം സാറ് കൊണ്ടുവരുമ്പോൾ സാറിനത് വലുതാണ്. സാറിനിപ്പോൾ ചെയ്തുകൊണ്ട് വരുമ്പോൾ സാറിൻ്റെ കഥ മറ്റുള്ളതിനെക്കാളും മികച്ചതാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഞാൻ ചെറിയ പടം ചെയ്താലും വലിയ പടം ചെയ്താലും എനിക്കത് വലുതാണ്. അതേപോലെ തന്നെയാണ് സാറിന്. അപ്പം നമ്മളത് ഒരാൾ കൊണ്ടുവരുന്ന പ്രോജക്റ്റ്, സാറിപ്പോൾ കൊണ്ടുവരുന്ന പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ സാറിൻ്റെ ഒരു മകനെ പോലാണ്, സാറിൻ്റെ ഒരു കുഞ്ഞിനെ പോലെ. മനസ്സിലായി? അപ്പം അതിനെ ഒരു പൂർണ്ണരൂപത്തിലാക്കാൻ വേണ്ടിയിട്ടാണല്ലോ സാർ ഇവിടെ. അത് ഇപ്പം സാറ് എടുത്തുകൊണ്ട് വരുന്ന സാധനങ്ങൾ നമ്മൾ ഒന്നിച്ച് അത് ഇവിടെ നിന്ന് ജോയിൻ ചെയ്ത് ജനങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ അതിൽ നല്ലൊരു മെസ്സേജ് ചേർത്ത് കൊടുത്ത് ജനങ്ങളത് കണ്ട് ഏറ്റെടുക്കുമ്പോഴാണല്ലോ നമുക്ക് ഒരു പൂർണ്ണ. അപ്പം അത് ജനിക്കുന്നത് ഒരു എഡിറ്ററിന്റെ എഡിറ്റിംഗ് ടേബിളിലാണ്. കാരണം എന്താണ് ജനങ്ങൾ കാണാൻ തീരുമാനിക്കുന്നത് അവിടെ വെച്ചിട്ടാണ് ഡയറക്ടറാണ് തീരുമാനിക്കുന്നത്. അതേപോലെ തന്നെ കറുത്ത മാനസം, ആ പേര് ഇപ്പം ഞാനിപ്പം ഓപ്പണായിട്ട് പറയാണ്, എന്താണ് വിഷ്വൽസ് എന്നോ എന്താണ് കഥയെന്നോ എനിക്കറിയില്ല. കറുത്ത മാനസം എന്ന ഷോർട്ട് ഫിലിമിന്റെ നെയിം കേട്ടപ്പോൾ തന്നെ അതിലൊരു കണ്ടന്റ് ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. കാരണം സാറിനുള്ളൊരു വിശ്വാസമാണത്. കാരണം സാർ ഇത്ര സംസാരിച്ചപ്പോൾ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് സാറെന്നുള്ളത് എനിക്ക് ആദ്യമേ മനസ്സിലായ കാര്യം. എന്തുണ്ടെങ്കിലും വെട്ടിത്തുറന്ന് പറയുന്ന ഒരാൾ. ഞാനും ഇങ്ങനത്തെ ഒരാളാണ്. എന്തുണ്ടെങ്കിൽ കാരണം ആരോടും നമ്മൾ മനസ്സ് വെച്ച് പെരുമാറത്തില്ല. അതല്ല, നമ്മളൊന്ന് പറയുമ്പോൾ നമുക്ക് നേരിട്ട് വിമർശിക്കാം. ആരുമില്ലാത്തപ്പോൾ നേരിട്ട് വിമർശിക്കാം, എങ്കിലേ ആ തെറ്റ് തിരുത്തുള്ളൂ. മറ്റുള്ളവരുടെ മുന്നിൽ ഒരിക്കലും ചെറുതായിട്ട് മോശപ്പെട്ടേ പറയാറില്ല. അതാണ് അതിന്റെ ഡിപ്ലോമാറ്റിക് വേ. നമ്മൾ രണ്ടുപേരും കൂടെ ഈ ഒരു ഷോർട്ട് ഫിലിം എഡിറ്റ് ചെയ്യുന്ന സമയത്ത്
എന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിൽ തുറന്ന് സംസാരിച്ചാൽ തീർച്ചയായിട്ടും. അടുത്ത പ്രോജക്റ്റിൽ സാറിന് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പറയാതിരിക്കുന്നിടത്തോളം കാലം പ്രശ്നം തന്നെയാണ്. അതെ, അങ്ങനെ അങ്ങനെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും. ഓപ്പണായിട്ട് തന്നെ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ്, പിന്നെ ആ ഡയറക്ടർക്ക് എന്താണോ ആവശ്യം അത് മാക്സിമം ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ ബോധമുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും. എന്തായാലും ശരി, ഞങ്ങൾ ഇത്രയും നേരമൊക്കെ സംസാരിച്ചു. ഞങ്ങൾ വർക്കിലോട്ട് പ്രവേശിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാവണം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.